ഇതോ ഇത് ചപ്പാത്തി, റെഡ് ചപ്പാത്തി. കുഞ്ഞു ചപ്പാത്തി ഇഷ്ടാണോ? അയ്യോ അങ്ങനെ പറയൂ. നീരു നമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ, അല്ല ഉണ്ടാക്കാൻ പോവാ. ഇതെന്താണെന്നറിയോ? ഇത് നെയ്. നീരിന് അമ്മ ഉണ്ടാക്കിയതാ. ഇന്നൊരു റെഡ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെഡ് ചപ്പാത്തിയുടെ കാരണം എന്താണെന്ന് കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം. കാരണം ബീറ്റ്റൂട്ട് ഞാൻ അതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. ചിലർ ബീറ്റ്റൂട്ട് പിഴിഞ്ഞ് അങ്ങനെ അതിൻ്റെ വെള്ളം എടുത്ത്, അതായത് അത് നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് പിഴിഞ്ഞ് അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ചോപ്പറിലിട്ടിട്ട് അത് അരച്ചെടുത്ത്, അതാകുമ്പോൾ അതിൻ്റെ ഗുണം ഒട്ടും പോകത്തില്ല, അല്ലാതെ മൊത്തത്തോടം കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒട്ടും തന്നെ നമ്മൾ ചേർക്കേണ്ട. ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ വെറും ഉപ്പും ഇതേപോലെ ബീറ്റ്റൂട്ട് അരച്ചതും ചേർത്താൽ മതി. അപ്പോൾ കുഞ്ഞിപ്പോൾ പച്ചക്കറി ഒന്നും കഴിക്കുന്നില്ല. അപ്പം ഞാൻ അവനെ പച്ചക്കറി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത വിദ്യയാണിത്. നേരത്തെ ചീരയില അരിഞ്ഞിട്ടുള്ള അതിൽ ഈ ചപ്പാത്തി മാവിനകത്ത് കുഴച്ചിട്ടുള്ള ഒരു ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുമുണ്ട്. ഇതേപോലെ ചപ്പാത്തിക്കകത്ത് ഞാൻ പല സാധനങ്ങളും ചേർത്തിട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ അതാകുമ്പോൾ അറിയില്ല, അങ്ങനെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എടുക്കുന്ന സമയത്ത് അവൻ്റെ കുറച്ച് ചപ്പാത്തി മാവ്, എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും മാവ് എടുത്തുകൊണ്ട് കുറച്ച് അരിച്ചു മാറ്റി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അമ്മമാർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മാവും കൊണ്ട് പോകുന്നത് ഞങ്ങളും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാവും കൊണ്ട് പൂവുണ്ടാക്കുക, എന്നിട്ട് ആ പൂവിന് കളർ കൊടുക്കുക, അത് ഉണങ്ങുമില്ല ആ മാവ്, ഗോതമ്പ് മാവ്. അങ്ങനെയൊക്കെ ഞങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ചേച്ചിയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാത്ത പിള്ളേരുണ്ടാവും. അപ്പോൾ ചപ്പാത്തിയൊക്കെ വെന്ത് കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ അത് ടേസ്റ്റിനോ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നോർമൽ ചപ്പാത്തി കഴിക്കുന്ന പോലെയൊക്കെ തന്നെയുള്ളൂ, ചെറിയൊരു മധുരം. പക്ഷെ അത് അങ്ങനെ ഫീൽ ചെയ്യത്തൊന്നുമില്ല അങ്ങനെ വലുതായിട്ട്. കാരണം ഫീൽ ചെയ്ത പിന്നെ പിള്ളേർ കഴിക്കത്തില്ലല്ലോ, അത് വേറെ സത്യം. അപ്പം നീരോടെ ഭയങ്കര പാചകമാണ്. ആ സമയം ഞാൻ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്തു. അപ്പോൾ ഞാൻ നെയ്യിലാണ് അവന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ദോശ ആണെങ്കിലും നെയ്യിലാണ്. മാക്സിമം നമ്മൾ വലിയൊരു നെയ്യ് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ചിലർ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നെയ്യൊന്നും കഴിക്കാതിരിക്കും. പക്ഷേ നെയ്യ് കൊണ്ട് അങ്ങനെ വലിയ ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരാൻ ഇല്ല. കാരണം അല്ലാതുള്ള ഓയിൽസൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ നെയ്യ് വലിയവരാണെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ കൂടുതലും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നെയ്യ്, ചപ്പാത്തിക്കാണെങ്കിലും അല്ലെങ്കിൽ ദോശയ്ക്കാണെങ്കിലും ഒക്കെ നെയ്യ് ഉപയോഗിക്കും കേട്ടോ. അത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ്, അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം ഞാൻ നെയ്യൊക്കെ ഇട്ട് ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറിയാണ് ഇന്ന് വയ്ക്കുന്നത്. ഈ തട്ടിക്കൂട്ട് കറിയുടെ റെസിപ്പി വേണോ? പറഞ്ഞേക്കാം അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കറിയായിരിക്കും. എണ്ണ ഒഴിക്കുക, സവാള അരിഞ്ഞത് ചേർക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത് ചേർത്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എരിവില്ലാത്ത മുളകാണ് ഇവിടെ ചേർത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. കാരണം കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഈ സവാള മൊത്തത്തിലൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതേ ചട്ടിയിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക, ഒരിത്തിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, പിന്നെ മല്ലിയില, കറിവേപ്പില ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ മല്ലിയില എന്ന് പറഞ്ഞത് എല്ലാവർക്കും അവൈലബിളായിട്ട് കിട്ടുന്ന എപ്പോഴും വീട്ടിലുള്ളൊരു സാധനമൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മല്ലിയില ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് മാറും, ഈ സവാളയുടെ പച്ചച്ചുവയൊക്കെ മാറും. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ അരച്ച സാധനം ഈ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ മൂത്തതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ ആ സ്മെല്ലൊക്കെ മാറി നല്ല സൂപ്പർ കറിയായിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഒരുപാട് സമയമൊന്നും ഇതിനു വേണ്ടി നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പറയുമ്പോൾ എത്ര സിമ്പിൾ, ചെയ്യുമ്പോഴും ഇതേപോലെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. പിന്നെ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറേ, അതായത് നല്ലതായിട്ട് കറി വേണമെന്നുള്ളവർ വെള്ളം അതിനാവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക.
പിന്നെ നല്ല തിക്കായിട്ട് തന്നെ കറി വേണോ എന്നുള്ളവർ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നന്നായിട്ട് തിളയ്ക്കാൻ വിടുക, അതാണ് അതിൻ്റെ മെയിനായിട്ട്. ആ സവാളയുടെ പച്ചമണം മാറണമെങ്കിൽ നന്നായിട്ട് തിളയ്ക്കണം. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മുട്ട ഇട്ട് കൊടുത്താൽ മുട്ടക്കറിയാവും, മുട്ട ഇട്ടില്ലെങ്കിൽ ഉള്ളിക്കറിയാവും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കറിയാണ്. അപ്പം ഞാൻ എന്തായാലും മുട്ടക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പുഴുങ്ങി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പാത്രത്തിലോട്ട് ആക്കുക. അപ്പോൾ എന്ത് സാധനം കഴിക്കാനായിട്ട് എടുത്താലും അവന് തന്നെ ഞങ്ങൾക്ക് വിളമ്പിത്തരണം. അങ്ങനെ ചില ശീലങ്ങളുണ്ട്. അല്ലെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്കെല്ലാം വിളമ്പിത്തരുന്ന അവനാണ്. പൊതുവെ എല്ലാവരും വിചാരിക്കും ബീട്രൂട്ട് ചപ്പാത്തി ഭയങ്കര ഹാർഡായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ കുഴയ്ക്കുന്ന അതുപോലെ ഇരിക്കും അതിൻ്റെ സോഫ്റ്റ്നെസ് ഹാർഡ്നെസ്സൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.